ഹായ് എല്ലാവർക്കും നമസ്കാരം. ജെയിംസ് ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എനിക്കറിയാൻ പറ്റാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങളിത് എന്താണ്, ഇതൊരു ഒഫീഷ്യൽ പ്രമേയം പേജായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പ്രഖ്യാപിച്ചൂടെ എന്ന് ചോദിക്കുന്ന ആളുകളോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, വർത്ത് വർമ്മ കേട്ടില്ലേ? അപ്പൊ വർത്താണ് അങ്ങനത്തെ സാധനമാണ് ഇവർ തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏത് വീഡിയോ ചെയ്യും എന്ന് വിചാരിച്ച് കുറെ സാധനങ്ങൾ അവിടെ ഓരോ പോസ്റ്ററൊക്കെ ഉണ്ടാവും. അപ്പോ മമ്മൂക്ക ഒരു സാധനം ഇട്ട് തരും. അങ്ങനെ സാധാരണ ഓരോ സാധനം തന്ന് ഇപ്പോ 2 ദിവസമായിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ ബ്രഹ്മയുഗത്തിന്റെയാണ്. ആദ്യത്തെ വീഡിയോയിൽ എംപുരാനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് ആ കണക്കിൽ കൂട്ടരുത്. ഇന്നലെ നമ്മൾ ബ്രഹ്മയുഗത്തിന്റെ വീഡിയോ വീണ്ടും ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇന്ന് ഇടലാൻ നിവർത്തിയില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്, നിങ്ങൾ പറയൂ. 4 ഫോട്ടോ ആണ് തന്നിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നത് വിഷ്വലിൽ നിന്ന് എടുത്ത് തന്നിട്ടുള്ള സാധനം തന്നെയാണ്. സിനിമയിലുള്ള ആ ഒരു വീഡിയോ എടുത്ത് തന്നെ തോന്നുന്നു. FDFS ലോക്ക് ചെയ്തോ എന്ന് ചോദിച്ചിട്ടുണ്ട്. FDFS ടിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല, എടുക്കണം എന്നുണ്ട്. മേ ബി നാളെ ഒന്ന് അന്വേഷിച്ചിട്ട് ആരെടുത്താന്ന് അന്വേഷിച്ച് എടുക്കണം എന്നുണ്ട്. FDFS കിട്ടിയ ആളുകൾ തീർച്ചയായിട്ടും നമ്മൾ രേഖപ്പെടുത്തുക. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് നേരെ ഈ പോസ്റ്റർ ഒന്ന് കണ്ടിട്ട് വരാം. സോ ആദ്യത്തെ പോസ്റ്റർ ഇതാണ്. ഇതിലൊരു പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോസ്റ്റർ ഇത് തന്നെ കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഇതിപ്പോ ഏതോ ഒരു 2 തൂണിലും പിടിച്ച് പുള്ളിക്കാരൻ ഇങ്ങനെ കൈയൊക്കെ ഇട്ടിച്ച തൂണിൽ പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ്. ആൻഡ് ഇതിന്റെ രസം എന്താ ചോദിച്ചാൽ, മൂപ്പരുടെ കണ്ണിൽ പോലും ആ ഒരു ചിരിയിലൊക്കെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സാധനം ഫീൽ ചെയ്യുന്നത്. നമുക്കത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കിട്ടിയില്ലേ, അതിലെ ചിരി. പിന്നെ ലാസ്റ്റ് വന്നിട്ടുള്ള, അപ്പൊ ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തതിന്റെ തൊട്ട് മുമ്പ് വന്നിട്ടുള്ള ഒരു പോസ്റ്റർ, അതിലൊരു ചിരിച്ചു നിൽക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അതില് സിദ്ധാർത്ഥ് ഭരതൻ, അതുപോലെ അമാൽഡ, ലിസ് അല്ലെ ആ പുള്ളിക്കാരി, പിന്നെ അർജുൻ അശോകൻ, ഇവരൊക്കെ ഉള്ള ഒരു ചെറിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതില് നമുക്ക് എന്റെ ചിരി ഉണ്ടായിരുന്നു, അത് നൈസായിരുന്നു. അതിനുശേഷം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്മൈൽ, പിന്നെ കണ്ണിലൊരു ഭയങ്കര തിളക്കം ഫീൽ ചെയ്യേണ്ട. തിളക്കം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കാം, പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് അത് ഭയങ്കര ഭംഗിയുണ്ട്. അതൊരു വെള്ളം നിറഞ്ഞൊരു ഫീൽ. അതൊരു പക്ഷെ ആ ഫോട്ടോയുടെ ആയിരിക്കും കേട്ടോ, അങ്ങനെ ചെയ്തോ ഇല്ലെന്നുള്ളതല്ല, പക്ഷെ എന്തോ ഒരു വല്ലാത്തൊരു ഫീൽ അതിനുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഡ്രസ്സിങ്ങളൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒരു ഒറ്റമുണ്ട് ഡ്രസ്സ് എടുത്തിരിക്കുന്നു, മാല സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നിൽക്കുന്ന ആ തൂണ്, ആ ഒരു ബിൽഡിംഗ്, അതിന്റെ മുകളിൽ കുറെ മാറാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ഒരാളും വന്ന് കുറെ കാലം കണ്ട് പറയുന്നുണ്ടല്ലോ, വർഷങ്ങൾക്ക് ശേഷം എന്റെ മനയിലേക്ക് വരുന്ന അതിഥി, സോ എന്റെ മനക്കിലേക്ക് സ്വാഗതം എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. സോ ആ മനയാണ്, ആ മനേന്റെ ഉള്ളിലുള്ള സംഭവമാണ്. ആ തൂണിലൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് ചെതല് കയറിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത്രയും പഴക്കമുള്ള മന എന്നുള്ള രീതിയിൽ. സോ ആ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ 4 ഫോട്ടോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ ഇത് തന്നെയാണ്. രണ്ടാമത്തേത്, അതിന്റെ ആ ഒരു എന്താ പറയാ, തുടക്കത്തിൽ ആ ഒരു ചാരു കസേരയിൽ പുള്ളിക്കാരൻ ഇരിക്കുന്ന സാധനം, ചാരു കസേരയിൽ ഇരിക്കുന്ന 1-2 സാധനം വന്നിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ആ വടിയും കുത്തിപ്പിടിച്ച് പുള്ളി ഇരിക്കുന്നു എന്നുള്ളത് മാത്രം. എന്താണെന്നറിയില്ല, ഈ ലുക്കിന് ഭയങ്കര പ്രത്യേകത ഉള്ളതുകൊണ്ട്, ഈ ഡ്രസ്സിങ്ങും ഒരു മേക്ക് ഓവറൊക്കെ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വയസ്സനാക്കിയ മമ്മൂട്ടി, മേക്കപ്പ് ഇട്ട് വയസ്സാക്കിയ മമ്മൂട്ടി അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തേത്, ഈ പറഞ്ഞ പോലെ ആ ഒരു വാതിലുണ്ടല്ലോ, ഈ ഇല്ലത്തിന്റെ ഒക്കെ പഴയ ഇല്ലം അല്ലെങ്കിൽ മനക്കേലൊക്കെ അങ്ങനത്തെ ഒരു വാതിലാണല്ലോ. ഒരു എന്താ പേര് പറയുന്നത് എനിക്കറിയില്ല, 2 വാതിൽ ഇങ്ങനെ തുറക്കുന്ന, ഭയങ്കര രസമുണ്ട് എന്തായാലും കാണാൻ. ആ താഴിട്ട് പൂട്ടുന്ന ടൈപ്പ് ലബി. ആദ്യത്തെ ഫോട്ടോ ഇതാണ്. അതായത് ജസ്റ്റ് മമ്മൂക്ക ആ വരാന്തയിൽ വന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്നു. സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് മമ്മൂക്ക എന്നുള്ളത് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. പ്രത്യേകിച്ച് ഒരു ഭാവവും കാര്യങ്ങളൊന്നും അതിൽ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ ലുക്ക് ഓൾറെഡി നമ്മൾ കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് അതിൽ പറയാനും ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് പുറത്തേക്ക് എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എന്തോ സംഭവിച്ചു പോലെ, പേടിപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനമൊന്നുമല്ല. അയാളുടെ ലൈഫിൽ നടന്ന എന്തോ ഒരു സംഭവം, അങ്ങനത്തെ ഒരു സാധനം മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. അതായത് സംഭവം ഹൊററാണ്, നമുക്ക് ഓൾറെഡി അറിയാം. മാത്രമല്ല ഈ പറഞ്ഞ പോലെ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ആ മനയിലേക്ക് ഒരാൾ വരുന്നതെന്ന് പറയുന്നുണ്ട്. സ്വപ്നത്തിൽ പൂട്ടി കടന്നിരിക്കുന്ന ഒരു പ്രേതാലയം പോലെ ആളുകൾ ഒരു പക്ഷേ കാണുന്ന ഒരു സ്ഥലമായിരിക്കാം. അപ്പൊ അതിന്റെ ഒരു പഴക്കം തീർച്ചയായിട്ടും ഉണ്ടാവും. ആ പഴക്കം തന്നെ ആയിരിക്കും ഈ ഡ്രസ്സിലും കാണുന്നത് കേട്ടോ. അതിനി ഡയറക്ടർ ബ്രില്യൻസ് ആണോ, അതോ ഇനി ആ സീനിൽ അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ കരി പിടിച്ചത് എന്തായാലും ആണോ എന്ന് മനസ്സിലാവുന്നില്ല. ശരിക്കും കണ്ടിട്ട് കരിമ്പനടിച്ച പോലെ അവർ കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സ് എന്ന രീതിയിൽ ആ വെള്ളയിൽ എന്താ പറയാ, ഈ പറഞ്ഞ സംഭവം വന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ FDFS ഫസ്റ്റ് ഷോ ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പുള്ളിക്കാരൻ തന്നെ മറ്റേ ഇൻസ്റ്റ ഇടുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ഞാൻ ഈ നാളെ ഒന്ന് പോയി നോക്കണം. എനിക്ക് മമ്മൂക്ക ഫാൻസ് ഇവിടെ അവരുടെ കോണ്ടാക്ടും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ നമുക്ക് സാധാരണ കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അപ്പോ
നിങ്ങൾക്ക് എത്ര പേർക്ക് കിട്ടി എന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ആൻഡ് ഈ 4 പോസ്റ്ററിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്, മാത്രമല്ല ഈ 4 പോസ്റ്ററുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോസ്റ്റർ ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ